ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 26-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നോക്കാം. നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ 304 പോയിൻ്റാണ് നിഫ്റ്റി പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 39 സ്റ്റോക്കുകൾ പോസിറ്റീവിലേക്കും 11 സ്റ്റോക്കുകളാണ് നെഗറ്റീവിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബാങ്ക് നോക്കുവാണെങ്കിൽ 585 പോയിൻറ്റ് പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് നോക്കുമ്പോൾ മിഡ് ക്യാപ്പ് 345, സ്മോൾ ക്യാപ്പ് നോക്കുമ്പോൾ 100 പോയിൻറ്റ് അടുത്തുമായിട്ടാണ് പോസിറ്റീവിലേക്ക് വന്നിരിക്കുന്നത്. IT സെക്ടറൊക്കെ നെഗറ്റീവിലാണ് നിൽക്കുന്നത്. അതുപോലെ ഡിഫൻസ്, മീഡിയ, റിയാലിറ്റി ഈ സെക്ടറുകളുടെ ഡാറ്റ നോക്കുവാണെങ്കിൽ ഇതൊക്കെ നെഗറ്റീവിലായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകളായിട്ടുള്ള പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ കൂടുതലായിട്ട് കൊടുത്തുള്ള സ്റ്റോക്കുകൾ നോക്കുവാണെങ്കിൽ HDFC, റിലയൻസ്, അതുപോലെ തന്നെ ICICI ബാങ്ക്, ഭാരതി എയർടെൽ, L&T, ITC സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിലുള്ള പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ കൊടുത്ത സ്റ്റോക്കുകളാണ്. അതുപോലെ തന്നെ നമുക്ക് ശ്രീറാം ഫിനാൻസ്, അതുപോലെ ജിയോ, ടാറ്റ സ്റ്റീൽ ഈ സ്റ്റോക്കുകൾ നല്ല പോസിറ്റീവിലേക്ക് നിൽക്കുന്ന സ്റ്റോക്കുകളാണ്. അതുപോലെ വേദാന്ത 3% അപ്പ് മൂവ്മെൻറ്റ് പോയിട്ടുണ്ട്. അതുപോലെ ഹിന്ദുസ്ഥാൻ കോപ്പർ എന്ന് പറയുന്ന സ്റ്റോക്കും 5%-അടുത്ത് അപ്പ് മൂവ്മെൻറ്റ് പോയിട്ടുണ്ട്. നിഫ്റ്റി കഴിഞ്ഞ 3 ദിവസമായിട്ട് ഒരു ബുള്ള് റണ്ണിലാണ്, ബുള്ളിഷായിട്ടുള്ള ക്യാൻഡിൽസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നുകൊണ്ട് ആ ഒരു പോസിറ്റിവിറ്റി മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ നമുക്ക് നോക്കാം ഇനി എന്താണ് മാർക്കറ്റ് ഉണ്ടാവുക, അടുത്ത ടാർഗറ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. നമ്മളിവിടെ റെസിസ്റ്റൻസ് ആയിട്ട് വെച്ചിരിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് 25,300 എന്ന് പറയുന്ന റേഞ്ചാണ്. ആ റേഞ്ചിന് മുകളിലേക്ക് നല്ല രീതിയിൽ പോയതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 200 പോയിൻറ്റ് അവിടെ നിന്ന് റാലി നടത്തിയിട്ടുണ്ട്. 25,560 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് മാർക്കറ്റ് പോയതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം ഒരു ഡൗൺ വന്നു. ആ ഡൗൺ എന്ന് പറയുന്നത് ഒരു പുൾ ബാക്കാണ്. 25,300 വീണ്ടും എടുത്തിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് പോയി ഏകദേശം നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. 25,560 എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു ഗെയിനല്ല. ഇന്നത്തെ 300 പോയിൻ്റാണ് മാർക്കറ്റ് ഗെയിനിലേക്ക് വന്നുള്ളത്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ 25,633 എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. സെപ്റ്റംബർ മാസത്തെ ഹൈ ആണ്. ആ ഹൈ സെപ്റ്റംബർ മാസത്തെ ഹൈ എന്ന് പറഞ്ഞ് 25,633, അതുപോലെ തന്നെ 26,200 എന്ന് പറയുന്ന ഹൈ ആണ്. ഇനി നമുക്ക് നിഫ്റ്റിയിൽ ടാർഗറ്റ് വെക്കാനുള്ളത് 25,633, 25,800 എന്ന് പറയുന്ന ലെവലുണ്ട്. അതിനുശേഷം നോക്കുവാണെങ്കിൽ 26,000 എന്ന് പറയുന്ന സൈക്കോളജിക്കലായിട്ട് ലെവലുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം മാർക്കറ്റ് വെള്ളിയാഴ്ചയാണ്. പൊതുവേ ഒരു വലിയ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. പ്രോഫിറ്റ് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വീക്കെൻഡാണ്. പൊസിഷൻസ് എല്ലാം സ്ക്വയർ ഓഫ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരു ഡൗൺ വരുവാണെങ്കിൽ 25,442 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് സോണിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. അതിന് ചെയ്താൽ പോലും 25,300 മെയിനായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയായി മാറാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വ്യൂ. അപ്പോൾ ഈ ലൈനിലൊക്കെ മാർക്കറ്റ്, ഈ ലെവലിലൊക്കെ മാർക്കറ്റ് ചെയ്യുന്നതുകൊണ്ട് നോക്കുക. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.